എന്തൊക്കെയാ വിഭവങ്ങള്? നീ തുറന്നു നോക്ക്. ആ കൂമ്പ് തോരനോ? അത് പൊളിച്ചോട്ടോ. കൂമ്പ് തോരൻ നിതീഷ് മോന് വലിയ ഇഷ്ടമാണെന്ന് നന്ദു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ശാരദയടത്തിയോട് പറഞ്ഞ് അവിടുന്ന് ഒരു ഏത്തവാഴക്കൂമ്പ് സംഘടിപ്പിച്ചു. അതാവുമ്പോഴേ രുചിയുണ്ടാവും. അയ്യോ, ഇതെന്താ പാലട പ്രഥമനോ? അതെ, പാലട പ്രഥമനല്ലേ ബെസ്റ്റ്. അതെ, നല്ലതൊക്കെ തന്നെയാ. പക്ഷെ ഗിരിക്ക് പാലപ്രഥമൻ ഒന്നും പിടിക്കില്ല. അതമ്മയ്ക്ക് അറിയാലോ. വല്ലോ ശർക്കര പായസം ആയിരുന്നെങ്കിൽ പാവം നല്ലോണം കുടിച്ചേനെ. ഇങ്ങനെ എല്ലാം കൂടെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത്രയും തന്നെ ഉണ്ടാക്കിയതിന്റെ പാട് എനിക്കേ അറിയൂ. ഇവിടെ ആരുമില്ലേ? ഇങ്ങനെ മലർക്കെ വാതിൽ തുറന്നിട്ടാ കള്ളന്മാര് കേറിയ പോലും ആരും അറിയില്ലല്ലോ. ആഹാ മോളെ, അമ്മുക്കുട്ടി എവിടെയായിരുന്നു? സനമെടുത്തി. ആ അത് ശരി. സുമേച്ചി ആരോടും പറയാതെ നേരത്തെ ഇങ്ങ് പോന്നോ? ഞാൻ തിരക്കിയപ്പോ അച്ഛമ്മയെ പറഞ്ഞത് സുമേച്ചി ഇങ്ങോട്ട് പോന്നെന്ന്. അത് പിന്നെ ഇന്നിവിടുത്തെ ജോലിയെല്ലാം ചെയ്യാനായിട്ടേ. ഇവിടെ ഇപ്പോ അമ്മയും സനുവും മാത്രല്ലേ ഉള്ളൂ. അതൊന്നും അല്ല, പാചകത്തിന്റെ കാര്യത്തിലേ ഇവൾക്ക് ആരെയും വിശ്വാസം പോരാ. അതങ്ങനെയാ. നല്ല ദഹനക്കാർക്കേ എല്ലാത്തിലും അവരുടെ കണ്ണു പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അല്ലേ? അയ്യോ, ഇവരെ വന്ന കാലം നിർത്തി കുശലം പറയാണോ എല്ലാരും കൂടി? ഇരിക്കും നിതീഷ് മോനെ, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അമ്മ അവിടെ നിന്ന് അങ്ങനെ പോവാൻ വരട്ടെ. ഇതെന്റെ അമ്മയ്ക്ക്. ഇത് രണ്ടും അച്ഛനും ശ്രീയേട്ടനുള്ളതാ. നിധിയേട്ടൻ തന്നെ കൊടുക്ക്. ഇതൊന്നും വേണ്ടായിരുന്നു. ആവശ്യമില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയാതെ ചന്ദ്രേട്ടാ, അതൊന്നും സാരമില്ല. അവരവരുടെ ഒരു സന്തോഷത്തിന് കൊണ്ട് തരുന്നതല്ലേ. വാങ്ങിക്ക്. വാങ്ങിച്ചു. താങ്ക്സ് അളിയ. അപ്പോ സുമിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ നന്ദു? എനിക്ക് എന്തിനാ ഗിഫ്റ്റ് ഒക്കെ? ഞാനിവിടുത്തെ ആളല്ലല്ലോ, ഞാനിപ്പോ അവളുടെ വീട്ടിലെ ആളല്ലേ. എന്നാ പിന്നെ ഞാനൊന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അളിയ, ഞാൻ ഇതിലൊന്ന് കൊണ്ടുപോയി വെച്ചിട്ട് വരാം. നിധിയേട്ടൻ എന്തായാലും ഇരിക്ക്, ഞാൻ അടുക്കളയിൽ എന്തായാലും നോക്കിട്ട് വരാം. പിന്നെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങള്? നല്ല വിശേഷം, എല്ലാം ഭംഗിയായി പോ. അച്ഛന്റെ ആരോഗ്യം ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, വയസ്സായില്ലേ, പണ്ടത്തത്ര പോരാ, എന്നാലും സാരില്ല. പിന്നെ അച്ഛൻ മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. അതൊക്കെ ഞാൻ വീഴ്ച വരുത്താതെ നോക്കുന്നുണ്ട് മോനെ. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കിയില്ലെങ്കില് മറ്റുള്ളവർക്ക് വെറുതെ ബുദ്ധിമുട്ടാവില്ലേ? അല്ലടി മോളെ, നീ എന്തിനാ നിതീഷിനെ കൊണ്ട് ഇത്രയൊക്കെ കാശ് ചെലവാക്കിപ്പിച്ചത്? ആര് പറഞ്ഞു നിതീഷനെ കൊണ്ട് ഞാൻ ചെലവാക്കിപ്പിച്ചതാന്ന്? ഓ ശരി, സമ്മതിച്ചു. നീ ചെലവാക്കിപ്പിച്ചതല്ല, അവൻ മനസ്സോടെ ചെലവാക്കിയതായിക്കോട്ടെ. എന്നാലും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് നിനക്ക് പറയാറുന്നില്ലേ മോളെ? എന്റെ അമ്മേ, അങ്ങനൊന്നും അല്ല കാര്യം. പിന്നെ അമ്മയുടെ മോളെ കുറിച്ച് അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത്? അതൊക്കെ ഞാൻ ആരും കൊണ്ട് ചെലവഴിപ്പിച്ചൊന്നും അല്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ പണം കൊടുത്ത് വാങ്ങിയതാ. അതറിയോ അമ്മയ്ക്ക്? അതെങ്ങനെ? അതിന് നിനക്ക് എവിടുന്ന ഇത്രയും കാശ്? അമ്മേ, എനിക്കിപ്പോ 2 ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അമ്മേ. അതില് പണം തീരുന്തോറും ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അക്കൗണ്ടാ ഇത്. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. നിതീഷേട്ടന്റെ അമ്മ എനിക്കൊരു ATM കാർഡ് തന്നു. അതിന്റെ പാസ്വേഡും പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് ഇഷ്ടം പോലെ ചെലവാക്കിക്കൊള്ളാനും പറഞ്ഞു. എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ആരുടെ മുന്നിൽ കൈ നീട്ടാൻ പാടില്ലെന്നാ നിതീഷേട്ടന്റെ അമ്മ പറയുന്നത്. ഇങ്ങനെ ഒരു സൗഭാഗ്യം നിനക്ക് തരാൻ എനിക്കോ ചന്ദ്രേട്ടനോ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു മോളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഒന്ന് പോവാമേ, അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. അതൊന്നും സാരമില്ല. ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം തന്നെ അമ്മ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി അമ്മേ. അതറിഞ്ഞ
ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഈ വിഷയം ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്. അമ്മയ്ക്ക് സന്തോഷമായി മോളെ. സത്യം, ഇനി എനിക്ക് നിന്റെ അച്ഛനും എന്ന് വേണമെങ്കിലും സമാധാനത്തോടെ കണ്ണടയ്ക്കാം. ഞങ്ങളുടെ 2 മക്കളും നല്ല കരയിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുന്നത്. അയ്യോ, 1 മണി കഴിഞ്ഞു കാണും. നീ ആ തൊടുകറികളുടെ പാത്രം ചോറ് വിളമ്പാനുള്ളതും കൂടി ഇങ്ങോട്ട് എടുത്തു. അല്ല, ശ്രീയുടെ പ്രൊമോഷന്റെ കാര്യം എന്തായി? 3-4 മാസത്തിനകം നടക്കുന്ന ഒരു പ്രതീക്ഷ. പിന്നെ കോർപ്പറേറ്റ് അല്ലേ, അളിയനറിയാലോ. നമുക്ക് അർഹതപ്പെട്ടത് എന്തായാലും കിട്ടും മോനെ. ആ അങ്ങനെയാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ശ്രീയെ പോലെ ടാലന്റ് ആൻഡ് വർക്ക് ഹോളിക് ആയിട്ടുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇവളുടെ ഒരു കാര്യം പോയി നോക്ക്. ഞാൻ ചെന്ന് നോക്കാം. ഗിരീട്ട, നിനക്ക് സുഖല്ലേ മോളെ? ആ പിന്നെ പരമസുഖം. ഏട്ടത്തി, ദേ ഗിരീട്ടൻ വന്നു. ഗിരി, ഗിരിയെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ. വായിരിക്കേ. ഇരിക്കെ. ശ്രീ ഇന്ന് ലീവായിരിക്കും അല്ലേ? അതെ. അല്ലെങ്കിൽ സനു അവനെ വിടുവോ? ആ വന്നോ? ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതാ ലേറ്റ്. നിതീഷ് മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാ. ദാ എന്താ അമ്മ ഇത്? നന്നാരി സർബത്ത്. അമ്മ ആള് കൊള്ളാലോ. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു? നിതീഷ് മോന്റെ ഇഷ്ടാനിഷ്ടങ്ങള് അറിഞ്ഞിരിക്കേണ്ടത് എന്റെ കടമയല്ലേ. മോൻ കുടിക്ക്. ആ ഇത്രയുടെ മധുരം ചേർക്കണം മോനെ. വേണ്ട, കറക്റ്റാ. അല്ല, ഗിരിക്ക് സർവത്ത് എടുത്തില്ലേ? അയ്യോ, ഞാനതങ്ങ് വിട്ടുപോയി. ഇപ്പൊ കൊണ്ടുവരാം. എനിക്കല്ലെങ്കിൽ മധുരം താല്പര്യമില്ല. ഇത് ഗിരി കുടിക്കട്ടെ. താങ്ക്സ് അച്ഛാ. മധുരം ഞാനിപ്പോഴേ കുറച്ച് കൺട്രോൾ ചെയ്ത് വരിക. അച്ഛാ, അല്ലെങ്കിൽ തന്നെ ഈ നന്നാറി സർബത്ത് ഗിരിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അച്ഛൻ കുടിച്ചോളൂ. ആ എന്തായാലും ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പോവല്ലേ, അപ്പൊ പിന്നെ സാരമില്ല. വെളിമ്പട്ടെ. ആ അതെ സനു, ആ സനു ഇങ്ങോട്ടിരുന്നേ. അയ്യോ വേണ്ട ഏട്ടത്തി, നമുക്ക് ഒരുമിച്ച് പിന്നെ ഇരിക്കാലോ. എന്താ ഇങ്ങനെ? ഞാൻ നിനക്ക് സ്ഥലമുണ്ടല്ലോ. ശ്രീയുടെ കൂടെ ഇരുന്ന് മോള് കഴിക്ക. വിളമ്പാൻ ഞാനും അമ്മയും ധാരാളം മതിയെന്നേ. ഇഞ്ചിക്കറി മോന് ഇഷ്ടമാണെന്ന് നന്ദു പറഞ്ഞിട്ടുണ്ട്. അല്പം കൂടി വെക്കട്ടെ മോനെ. അയ്യോ, നിതീഷ് മോന്റെ ഇലയിൽ ഉപ്പേരി വെച്ചില്ലല്ലോ. ആ ഉപ്പേരിയുടെ പാത്രം ഇങ്ങോട്ട് എടുക്കണ്ടേ സുമി. അമ്മേ, നെയ്യില്ലേ? അയ്യോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാ. എടുത്തോണ്ട് വരാം, മറന്നുപോയി. ഇപ്പൊ കൊണ്ടുവരാം. എങ്ങനെയുണ്ട് മോനെ, കറികളൊക്കെ ഇഷ്ടായോ? നിതീഷേട്ടന് എരിവ് കുറച്ച് മതിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ, അതുകൊണ്ടേ ഞാൻ മുളകൊക്കെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അത് നന്നായി. അല്ലെങ്കിലേ ഇവിടെ എരിവും ഉപ്പുമൊക്കെ തോന്നിയ പാടാ. എന്തെങ്കിലും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ മോൻ പറയണം കേട്ടോ. ഏയ് ഒന്നുമില്ല അമ്മ, എല്ലാം സൂപ്പറാ, എനിക്കിഷ്ടായി. വെക്കട്ടെ. അയ്യോ, കുറച്ച്
കുറച്ചുകൂടെ മതി, കുറച്ചുകൂടെ മതി മതി കഴിക്ക്. നിനക്ക് വേണ്ടിയല്ലേ അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ സുമി, നീ ചെന്നേ ഉരുളിയിലിരിക്കുന്ന ആ പായസം ഒരു പാത്രത്തിലേക്ക് പകർന്ന് ഇങ്ങെടുത്തോണ്ട് വന്നേ. അതെ, ആ കാസറോളിൽ എടുത്താ മതി, ചൂട് പോവണ്ട. അയ്യോ, ഗിരി മതിയാക്കിയോ? മതി അച്ഛാ, പോയിട്ട് അല്പം തിരക്കുണ്ട്. അല്ല, അതുകൊണ്ടാ. നവാസേ, വണ്ടി എടുത്തു, ഞാൻ ഇറങ്ങി. ഗിരി ഒന്നും കഴിച്ചില്ലല്ലോ. വിളമ്പിയതെല്ലാം ഇലയിൽ തന്നെ ബാക്കിയുണ്ടായിരുന്നല്ലോ. വയറ് നിറഞ്ഞു സുമി. നീ ചെന്ന അതിഥികളുടെ കാര്യം നോക്ക്. എനിക്ക് ഓഫീസിൽ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഗിരി, എന്റെ നന്ദുവിന് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയതിന് ദൈവത്തിനോട് പോലും അല്ല, ആദ്യം നിതീഷ് മോനോടാ നന്ദി പറയേണ്ടത്. ഇന്ദിര പറഞ്ഞതിൽ കാര്യമില്ലാതില്ല മോനെ. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും ഇന്നിവിടെ നമ്മളെല്ലാം സന്തോഷത്തോടെ ഒത്തുകൂടിയിരിക്കുന്നതിന്റെ കാരണം നിതീഷും അനുരാധയും തന്നെയാണ്. അല്ല, ചന്ദ്രേട്ടൻ അറിഞ്ഞു അനുരാധ ചെയ്ത കാര്യം? എന്താ? നന്ദുവിനെ അനുരാധ ഒരു ATM കാർഡ് കൊടുത്തിരിക്കുന്നു. ആ അക്കൗണ്ടിനകത്തെ 2 ലക്ഷം രൂപയുണ്ട് പോലും. ഇവളോടെ അതിന്ന് ഇഷ്ടം പോലെ ചെലവാക്കിക്കൊള്ളാൻ അനുരാധ പറഞ്ഞെന്ന്. ഇന്നത്തെ കാലത്ത് ഏത് അമ്മായിയമ്മമാരാ ഇങ്ങനെയൊക്കെ മരുമക്കളെ നോക്കുന്നേ, അല്ലേ ചന്ദ്രേട്ടാ? അതെ അതെ, വളരെ സത്യ. ഒക്കെ ഞങ്ങളുടെ കുട്ടിയുടെ ഭാഗ്യം തന്നെ നിതീഷേ. എന്റെ അമ്മ ഇവളെ മരുമോളെ പോലെയല്ല, മകളെ പോലെ തന്നെ കാണുന്നത്. ഈ പായസം കഴിക്കുമോനെ? അയ്യോ വേണ്ട വേണ്ട, മതി മതി മതി. കുറച്ചുകൂടെ കഴിക്കേ. വേണ്ട, ശരിക്കും നിറഞ്ഞിട്ടാ. കഴിക്കേ. ആ പഴവും കൂട്ടി കഴിച്ചു നോക്കാം. മതി മതി. കഴിക്കും മോനെ. മോളെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമായിരുന്നെങ്കിൽ നിനക്കൊന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? എന്തെങ്കിലും കുറച്ച് കറി കൂടി ഞാൻ ഉണ്ടാക്കൂലായിരുന്നോ? കറികളിലല്ലല്ലോ അമ്മേ കാര്യം, വിളമ്പെന്ന് മനസ്സിലല്ലേ. ഒരുപാട് കറികൾ ഉണ്ടാക്കിയിട്ട് മനസമാധാനം ഇല്ലാതെ കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരിത്തിരി കറി കൂട്ടി സമാധാനത്തോടെ ഇങ്ങനെ കഴിക്കുന്നത്. അല്ലമ്മേ, ഇവിടെ കല്യാണക്കാരി എന്തായി? വല്ല ചെക്കന്മാരെ സെലക്ട് ചെയ്തോ? എനിക്ക് നല്ലതെന്ന് തോന്നി ചെറുക്കന്റെ ഫോട്ടോ ഞാനിവളെ കാണിച്ചിട്ടുണ്ട്. ഇനിയൊക്കെ തീരുമാനം എടുക്കേണ്ടതേ അവളാ. ഏട്ട് സമാധാനായിട്ട് കഴിക്കട്ടമ്മേ, അത് കഴിഞ്ഞാവാം വിശേഷം പറച്ചിലൊക്കെ. ആ നീ അങ്ങനെ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. നിനക്ക് തെറ്റില്ലെന്ന് തോന്നുന്ന ഒരു പയ്യനെ നീ സെലക്ട് ചെയ്തേ പറ്റൂ. ഇനി നീ അത് ചെയ്തില്ലെങ്കിൽ പറ്റിയ ഒരു ചെക്കനെ ഞാനും ഗിരിയും കൂടി കണ്ടുപിടിച്ച് അങ്ങ് കെട്ടിക്കും. അത്ര തന്നെ. കൊടുത്തു, അതിന്റെ ATM കാർഡും കൊടുത്തു. ഓ, അവൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അമ്മ ഒരെണ്ണം എടുത്തു കൊടുത്തതായിരിക്കും. അതിനെന്താ സനു, അതൊന്നും നീ കാര്യാക്കണ്ട. ബാക്കി കൂടെ അറിഞ്ഞിരുന്നെങ്കിലേ ചേച്ചി ഇത് പറയില്ല.
ആ അക്കൗണ്ടിൽ അമ്മ അവൾക്ക് ഇട്ടുകൊടുത്ത തുക എത്രയാണെന്ന് ചേച്ചിക്ക് അറിയണോ? അമ്മ അതില് ക്യാഷ് ഇട്ട് കൊടുത്തെന്നോ? എത്ര ഇട്ട് കൊടുത്തേ? 2 ലക്ഷം രൂപ. ഏ സത്യാണോ നീ പറയുന്നേ? ഇന്ന് അവളിവിടെ വിരുന്നിന് വന്നപ്പോ ശ്രീയുടെ അമ്മയോട് നേരിട്ട് പറഞ്ഞ കാര്യമാ. അമ്മ അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളമ്പി. അങ്ങനെ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ അന്യായമായി പോയല്ലോ സനു. അമ്മയോടെ ചേച്ചി ചോദിക്കണം. ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അമ്മയ്ക്ക് നമ്മളൊക്കെ ഇപ്പോ വെറും 7ാം കൂലികളാ. കഴിഞ്ഞ മാസം കിഷോറേട്ടന്റെ മമ്മിയുടെ പിറന്നാളായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു മാല വാങ്ങണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതിന് ഞാൻ 1 ലക്ഷം രൂപ ചോദിച്ചപ്പോ ദാരിദ്ര്യം പറഞ്ഞ ആളാണ് നമ്മുടെ അമ്മ. എന്നിട്ടിപ്പോ അവൾക്ക് 2 ലക്ഷം രൂപ വാരിക്കോരി കൊടുത്തിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, മക്കളോടില്ലാത്ത സ്നേഹം അമ്മ മരുമക്കളോട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഇതിൽ നിന്നൊരു കാര്യം ചേച്ചി മനസ്സിലാക്കിക്കോ. നന്ദിത പണി തുടങ്ങിയിട്ടുണ്ട്. എന്തു പണി? നമ്മുടെ അമ്മയെ പോലെ കണ്ണിങ്ങായ ഒരാളെ വളച്ച് 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ എത്തിക്കണമെങ്കിലേ അവൾ എന്തൊക്കെ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ടാവും. ചേച്ചി ഒരു കാര്യം ഓർത്തോ, ഉരുട്ടു ബുദ്ധിയുടെ ഉസ്താദാ അവള്. ഇന്നിപ്പോ അമ്മയുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രമേ പോയുള്ളൂ. അത് 2 കോടി ആവാനേ അധികം താമസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അനുഭവിക്കേണ്ട കാശല്ലേ വല്ലവരും കൊണ്ടുപോയി തിന്നുന്നേ? ആ ഒരു ഓർമ്മ നമുക്കുണ്ടായാ മതി. ഇതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യുമോളെ? അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയോട് അവൾ അധികം അടുക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്പം കടുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ട വരും. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാം. ആ, ഇതൊക്കെയാണ് പ്രതീക്ഷയ്ക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ചെറുക്കന്മാരുടെ ഫോട്ടോകള്. നീ ഒന്ന് നോക്കിക്കേ. അത് സർക്കാർ ഉദ്യോഗസ്ഥനാ, പക്ഷേ കൂട്ടുകുടുംബമാ. അതുകൊണ്ട് എനിക്കൊരു താല്പര്യക്കുറവ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കൂ അമ്മേ. ആ, ഈ പയ്യൻ അത്യാവശ്യം തെറ്റില്ല. MBA-കാരനാ. ഏതോ പ്രൈവറ്റ് കമ്പനിയിലാ ജോലി. ഒറ്റ മോനാ. പ്രതീക്ഷയ്ക്ക് ഈ ചെക്കനെ പിടിച്ച മട്ട. അവളുടെ താല്പര്യം മാത്രം അമ്മ നോക്കിയാ മതി. അല്ലെങ്കിലും അമ്മയുടെ സെലക്ഷൻ ഒന്നും മോശമല്ല കേട്ടോ. ഇനി ഇതിന്ന് ആരെ വേണമെന്നുള്ളത് അവളല്ലേ തീരുമാനിക്കേണ്ടത്. നല്ല ചില ആലോചനകൾക്ക് തടസ്സമായി നിൽക്കുന്നത് പ്രതീക്ഷ ഒരനാഥയായി എന്നുള്ളതാ. പറഞ്ഞു വരുമ്പോ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ അവള്. ജന്മം കൊണ്ട് പ്രതീക്ഷ അനാഥയാണെങ്കിലും അമ്മയുടെ കൂടെ കൂടിയതിനു ശേഷം അങ്ങനെയല്ലല്ലോ. അവൾക്ക് സ്വന്തം ഒന്ന് പറയാൻ അമ്മയും ഞാനും സുമിതയൊക്കെ ഇല്ലേ. എനിക്കവള് എന്റെ സ്വന്തം മോളാണെങ്കിലും കല്യാണം ആലോചിച്ച് വരുന്നവർക്ക് അവൾ ഒരു അനാഥക്കുട്ടി തന്നെയല്ലേ ഗിരി. അത് വെച്ചിട്ടാ ബ്രോക്കർമാര് വില പേശുന്നത്. അമ്മേ, ഒരു വില പേശലിനും അമ്മ നിന്നു കൊടുക്കണ്ട. പ്രതീക്ഷ എങ്ങനെ അനാഥയാകുമേ? അവൾക്ക് അമ്മ മാത്രമല്ലല്ലോ, ഏട്ടനായിട്ട് ഞാനില്ലേ. ഇനി ഇമ്മാതിരി ചോദ്യം ചോദിക്കുന്നവരോട് അമ്മ പറയണം പ്രതീക്ഷ ഗിരിധർ നമ്പ്യാരുടെ പെങ്ങളാണെന്ന്. പിന്നെ സ്വന്തം അനിയത്തിയാണ് എന്ന നിലയ്ക്ക് വേണം അവളുടെ കല്യാണം നടക്കാൻ. പ്രതീക്ഷയുടെ സ്വന്തം ഏട്ടനായി ഞാൻ നിന്ന് നടത്തും അവളുടെ കല്യാണം. എന്റെ സനുവിന്റെയും നവ്യയുടെയും വിവാഹം നടത്തിയതുപോലെ തന്നെ ഗംഭീരമായിട്ട് തന്നെ ഞാനത് നടത്തും. നന്ദു, അമ്മ നിനക്ക് ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് തന്നതും ATM കാർഡ് തന്നതും ഒക്കെ നീ എന്താ എന്നോട് പറയായിരുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറ നന്ദു. എനിക്കറിയാം നിന്റെ മറുപടി ഒന്നും കാണില്ലെന്ന്. 2 ലക്ഷം രൂപ കണ്ടപ്പോ നീ നിന്റെ ചേച്ചിയെ മറന്നുപോയി അല്ലേ? വന്നു കയറിയ ദിവസം തന്നെ ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഈ വീട്ടിലെ എല്ലാവരെയും വിശ്വസിക്കാൻ കൊള്ളില്ലാന്ന്. എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ എന്റെ അടുത്തൊന്ന് ചോദിക്കണമെന്ന്.
ഞാൻ പറഞ്ഞാലും അന്ന് സമ്മതിച്ചിട്ട് ഒടുക്കം നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ? ഇങ്ങനൊരു ATM കാർഡും അതിൽ അത്രയും വലിയൊരു തുകയും അമ്മ തരുമ്പോഴത്തേക്കും നിനക്ക് അമ്മയോട് ഒരു വാക്ക് പറയാമായിരുന്നില്ല നന്ദു? ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് വാങ്ങാന്ന്. അത് പറയാനുള്ള മര്യാദയെങ്കിലും നീ കാണിക്കണമായിരുന്നു. ഞാൻ ഈ ATM കാർഡും കാശും തന്ന കാര്യം നീ വേറെ ആരോടും പറയണ്ട കേട്ടോ, പ്രത്യേകിച്ചും എന്റെ ചേച്ചി സുമിതയോട്. നിനക്കെന്താ നന്ദു, വായിന്ന് നാവറങ്ങി പോയോ? ഞാൻ ചോദിക്കുന്നതിന് നീ സമാധാനം തന്നേ മതിയാകൂ. എനിക്ക് ആ ATM കാർഡും 2 ലക്ഷം രൂപയും തന്നത് അന്യരൊന്നുമല്ലല്ലോ ചേച്ചി. ഈ വീട്ടിലെ ആളുകൾ അടുപ്പക്കാരാണോ അന്യരാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള സമയം നിനക്കായിട്ടില്ലെന്നാ പറഞ്ഞത്. ചേച്ചി അത് നീ ഒരു എക്സ്ക്യൂസും എന്റെ അടുത്ത് പറയാൻ വരണ്ട. ഇതെന്റെ തീരുമാനാ. നീ അത് തിരിച്ചു കൊടുത്തേ പറ്റൂ. ചേച്ചി